കൊച്ചിയിലെ ബ്രഹ്മപുരം പോലെ കോഴിക്കോട്ടുകാർക്ക് ഞെളിയൻപറമ്പിലെ മാലിന്യമലയും എന്നും ഒരു തീരാ തലവേദനയാണ്. വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ മാലിന്യമല തന്നെയാണ് കോഴിക്കോട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ചൂടുള്ളതാക്കുന്നത്. വർഷങ്ങളായി ഭരണത്തിലിരുന്ന ഇടത് ഭരണസമിതിയുടെ പിടിപ്പുകേടിന് വോട്ടിലൂടെ മറുപടി നൽകാനാണ് വോട്ടർമാരുടെ നീക്കം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് കോഴിക്കോട് ഞെളിയൻപറമ്പിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് മാലിന്യത്തിൽ നിന്ന് കോർപ്പറേഷൻ നടത്തിയ വൻ തട്ടിപ്പിന്റെ കഥയാണ്. പതിനഞ്ച് ഏക്കറിലധികം വരുന്ന പ്രദേശം പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ മാലിന്യ സംസ്കരണ കേന്ദ്രമാണ്. ബയോമൈനിങ്ങും വേസ്റ്റ് ടു എനർജി പ്ലാന്റിനുമായി സോണ്ട ഇൻഫാട്രക്ക് എന്ന കമ്പനിക്ക് കോർപ്പറേഷൻ കരാർ നൽകിയത് ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണെന്നായിരുന്നു ആരോപണം. ഖജനാവിൽ നിന്ന് കമ്പനിക്ക് കോടികൾ കൈമാറിയിട്ടും ഞെളിയൻപറമ്പിലെ മാലിന്യമല മാത്രം കുറഞ്ഞില്ല. ബയോമൈനിങ് വെറും പ്രഹസനമായി. ഞെളിയൻപറമ്പ് മാലിന്യ കൂമ്പാരത്തിന്റെ തൊട്ടടുത്ത പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത്. മൂക്കുപൊത്താതെ ഇതുവഴി നടന്നു പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. വർഷങ്ങളായി ഒരു ജനത ഈ ദുരന്തം പേറുകയാണ്. എത്ര അനുഭവിക്കണേ. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മുഴുവൻ ഈ പുറമെന്ന് വരെ വേസ്റ്റ് ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അത് വേനലായി കഴിഞ്ഞാൽ ഇത് ഉണങ്ങിയിട്ട് ഈ പൊടി ഇങ്ങോട്ട് പാറുകയാണ്. പൊടി പ്ലാസ്റ്റിക് കടലാസ് വരെ ഇങ്ങോട്ട് പാറി വരികയാണ്. ഇവിടെ നിൽക്കാൻ വയ്യ. ശ്വാസം മുട്ടൽ വേറെ, സ്മെല്ല് വേറെ. നല്ല സ്മെല്ലാണ്. മഴ പെയ്താൽ മഴക്കാലമായാലും നല്ല സ്മെല്ലാണ്. പിന്നെ കിണറുകളൊക്കെ പച്ച വെള്ളമൊക്കെ കേടരീനി. പിന്നെ അസുഖങ്ങൾ, നല്ലോണം അസുഖങ്ങൾ വരലുണ്ട് ഈ ദേശത്ത്. ശ്വാസത്തിന് തരാറും അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നങ്ങൾ തന്നെയാണ്. മാറ്റണം എന്ന് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞതാണ്. പക്ഷെ ഒന്നിനൊരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല. കുറേ ആയി. ഇപ്പോൾ ഒച്ചിമൂലിയൊക്കെ പലതോടെ നടന്ന സംഭവങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നന്നായതാണ്. ഇത് എന്തായാലും ഒരു മാറ്റൂല. പിന്നെ ഒരു ഒച്ചിമൂലിയൊക്കെ ഉണ്ടായിട്ടാണ് ഒരു ദാർപ്പായിട്ട് ഒന്നായിട്ട് മൂടി. ഇപ്പോൾ ആ ദാർപ്പായി ദ്രവിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ജയിക്കിന് ഒരു വന്നാൽ ഞാൻ പറയൂ വോട്ട് ചെയ്യാൻ പറ്റൂലെന്ന് അറിയേണ്ടി വരും. അല്ലാതെ ഇത്ര കാലമായി ഞാനിവിടെ വെള്ളത്തിൽ തന്നെയാണ്. ഞങ്ങൾ പാർട്ടി അതാണ്. എന്നാലും ഞങ്ങൾക്ക് ഇതെന്തെങ്കിലും മാറ്റം തരണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഇത് ഒരു എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം എവിടെയും കിട്ടിയാൽ പോകാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ ഇതാക്കി തരണം. തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്ത കോർപ്പറേഷനുള്ള മറുപടി വോട്ടിലൂടെ കൊടുക്കാനാണ് ജനങ്ങളുടെ തീരുമാനം. എന്നാൽ പ്രതിദിനം 6 ടൺ വരെ പാചകവാതകം ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ഞെളിയൻപറമ്പിൽ തുടങ്ങുമെന്നാണ് ഏറ്റവും ഒടുവിൽ കോർപ്പറേഷന്റെ വാഗ്ദാനം. ജനം, കോഴിക്കോട്.